ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടി വാങ്ങുന്നതും ഗ്രോ ബാഗ് വാങ്ങുന്നതും നമുക്ക് എത്ര കിട്ടിയാലും ഈ ചെടിച്ചട്ടികളും ഗ്രോ ബാഗുകളും ഒന്നും നമുക്ക് തികയില്ല. ഓരോ കൃഷി ചെയ്യാനും നമുക്ക് ഈ ഗ്രോ ബാഗ് ഉപയോഗിക്കുമ്പോഴും ചെടിച്ചട്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും അവ മതിയാവുകയില്ല. നമുക്ക് പിന്നീടും എന്തെങ്കിലും അതിൽ പിന്നെയും നടേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രോ ബാഗായിട്ട് ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കുന്ന പോലെ തന്നെ അതിലൊക്കെ മണ്ണ് നിറച്ച് നമുക്ക് ചെടി നടാനായി നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതൊക്കെ ഇപ്പോൾ അതുപോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് നട്ടുവെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. വീണ്ടും ഇത് കഴിഞ്ഞ് ഇതൊക്കെ നശിച്ചു പോകുന്ന ആ സമയത്ത് നമുക്കത് കഴുകി വെച്ച് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ കൊടുക്കാം. നമുക്കത് ആ സമയത്ത് കൃഷിയൊക്കെ കഴിയുമ്പോൾ തന്നെ അതൊക്കെ ഏകദേശം നശിച്ചിട്ടുണ്ടാവുക. പ്ലാസ്റ്റിക് ഗ്രോ ബാഗ് പോലെ എത്ര നിൽക്കുകയൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ മുളകോ ചീരയോ ഒക്കെ നടാൻ ഒരു സഞ്ചി ഉപയോഗിക്കാം. അതുപോലെ തന്നെ എവിടെ നിന്നെങ്കിലും വീട് പണിയൊക്കെ നടക്കുന്ന എവിടെ നിന്നെല്ലാം കിട്ടുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാനായി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ ഗ്രോ ബാഗ് വാങ്ങുന്ന ചട്ടി വാങ്ങുന്ന ചിലവ് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെയാണ് ആ ചിലവ് നമ്മൾ എത്ര ചട്ടി കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക് വെറുതെ വലിച്ചെറിയുന്നതിന് പകരം നമുക്കൊരു കൃഷി ചെയ്യാൻ ചെറിയ ചെറിയ കൃഷി ചെയ്യാൻ നമുക്ക് ഈ പ്ലാസ്റ്റിക് സഞ്ചി നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ വെറുതെ വലിച്ചെറിയരുത്, കത്തിക്കരുത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും അത് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് പ്ലാസ്റ്റിക് മാറ്റുന്നിടത്തേക്ക് തന്നെ മാറ്റുക. അത് വേണ്ട. നമുക്ക് കൃഷിയൊക്കെ ഇത് ചെയ്യാൻ ചെറിയ ചെറിയ വിത്ത് പാകാനും വിത്ത് മുളപ്പിക്കാനും അതുപോലെ ചെറിയ ചെറിയ ചീരകൾ അങ്ങനെയൊക്കെയുള്ള കൃഷിക്കൊക്കെ ഈ പ്ലാസ്റ്റിക് സഞ്ചി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേറെന്താണ്, അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.